കാപ്രിക്കോൺ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഫൈനലി ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആരോ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. ഇപ്പൊ ഈ പേഴ്സൺ ആരാണ്, അവരുടെ മനസ്സിൽ എന്താണ്, ഇന്റൻഷൻ എന്താണെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. ഇത് കാപ്രിക്കോൺ സൺ, മൂൺ, എസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണം വെച്ചാൽ അത് പെയ്ഡ് കൺസൾട്ടേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാമില്ല വെച്ചാൽ ഇമെയിൽ ചെയ്യാം. അവിടെ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ കാപ്രിക്കോൺ 3 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓവറോൾ എനർജി 3 ഓഫ് വാൻഡ്സ് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ, ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ. നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് അത് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഔട്ട്കം വരും എന്ന്. എന്താണ് ഈ 3 ഓഫ് വാൻഡ്സ്? എംപ്രസ്. നിങ്ങൾ ഒരു പ്രപ്പോസലിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക, ഇല്ലെങ്കിൽ ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ കാണുന്നത് ഈ പേഴ്സൻ്റെ എനർജിയിൽ 7 ഓഫ് സോഡ്സ് ആണ്. ഇവര് എന്തോ മറച്ചു വെക്കണു. ഇവിടെ ഒരു ഓണസ്റ്റ് എനർജി അല്ല കാണുന്നത്. 7 ഓഫ് സോഡ്സ് ഒരു മാനിപ്പുലേഷൻ്റെ എനർജിയാണ്, ചീറ്റിംഗ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ എന്താണ് ഒളിപ്പിക്കണത്? 7 ഓഫ് സോഡ്സ്, 2 ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്. അപ്പോൾ അവരുടെ എന്താ വെച്ചാൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവരത് കാണിക്കുന്നില്ല. അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അവർക്ക് പേടി അക്സെപ്റ്റ് ചെയ്യാൻ, കമ്മിറ്റ്മെൻറ്റിൻ്റെ പേടി. അപ്പോൾ അതാണ് അവർ മറച്ചു വെക്കണത്. അതാണ് അവർ പറയാത്ത കാര്യം ഇവിടെ. എന്താ വെച്ചാൽ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, പക്ഷെ എവിടെയോ ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഫിയർ ആണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറേ സീക്രട്ട് ഫീലിങ്സ് ആണ്, ഹിഡൻ ഫീലിങ്സ് ആണ്. മൂൺ, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്കറിയില്ല അവരുടെ മനസ്സിൽ എന്താണെന്ന്, അവർക്കറിയില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന്. അപ്പോൾ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ശരിയായ സമയത്ത് എല്ലാം റിവീൽ ആവും എന്നാണ് യൂണിവേഴ്സ് പറയണത്. ഞാൻ കാണുന്നത് ഈ സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രോബ്ലം, ഈ സിറ്റുവേഷൻ എന്താ വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങൾ രണ്ടാൾക്കും ഒരു ചാൻസ് ആണ് തരണത് ഈ സിറ്റുവേഷനെ ക്ലാരിഫൈ ചെയ്യാൻ. പക്ഷെ ഇവിടെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട്, കുറേ ഗോസിപ്പ് ഉണ്ട്, കുറേ വേറെ ആൾക്കാരുടെ ഇൻ്റർഫിയറൻസ് ഉണ്ട്. അത് ഞാൻ പാസ്റ്റിലും കാണുന്നുണ്ട്. പാസ്റ്റിലും ഞാൻ ഇവിടെ കുറേ കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്, വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്യണതാണ് കാണുന്നത്. അതിൻ്റെ കാരണം ഈ സിറ്റുവേഷനിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പാസ്റ്റിലും. അപ്പം നിങ്ങൾ രണ്ടാളും ആദ്യം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. എന്തായാലും പാസ്റ്റിലും കാര്യങ്ങൾ വർക്കൗട്ട് ആയില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും കുറച്ച് വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടതെന്ന് ആലോചിച്ചിരുന്നു. നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് അത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന്, പക്ഷെ ഈ പേഴ്സൺ റെഡി അല്ല. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കറണ്ട് ഫീലിങ്സ് 4 ഓഫ് കപ്സ് ആണ്. എവിടെയോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. എന്താ വെച്ചാൽ നിങ്ങൾ കുറേ ആയി വെയിറ്റ് ചെയ്യണു. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒന്നും ഒരു അനക്കമില്ല, ഒന്നും അവർ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടേ ആയി തുടങ്ങിയിരിക്കണു. നിങ്ങൾക്ക് ക്ലാരിറ്റിയാണ് വേണ്ടത്, നിങ്ങൾക്ക് ഹാപ്പി ആവണം, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വേണം, ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പാണ് വേണ്ടത്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് 9 ഓഫ് സോഡ്സ്. അവർ കുറേ സ്ട്രെസ്ഡ് ആണ്, കുറേ ആങ്സൈറ്റി ഉണ്ട്, മനസ്സിലുള്ളത് പറയാൻ പറ്റില്ല, എന്തോ അവർക്ക് പേടി. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, പക്ഷെ ഇവിടെ ഇത് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നില്ല. അവിടെ തന്നെ ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിരിക്കുകയാണ്. ഒരു ഫ്രണ്ട് സോൺ മാതിരി ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ മുമ്പോട്ട് പോകാനാണ്. നിങ്ങൾക്കൊരു ഡിസിഷൻ വേണം, തീരുമാനം വേണം. നിങ്ങൾക്ക് ലൈഫിൽ മുമ്പോട്ടേക്ക് പോകണം. നിങ്ങൾ കുറേ ബാലൻസ്ഡ് പേഴ്സൺ ആണ്. നിങ്ങൾക്കൊരു നല്ല വീട്, കുട്ടികൾ, ഫാമിലി, ജോബ് എല്ലാം ഒരു ബാലൻസ്ഡ് തരത്തിലാണ് വേണ്ടത്. നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് കുറേ മാരേജ് പ്രപ്പോസൽസും കിട്ടുന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ പേജ് സോഡ്സ് ആണ്. അവരിപ്പോഴും എന്താ വേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ്. കുറേ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്, കമ്മിറ്റ് ചെയ്യാൻ പേടി,
പക്ഷെ ഫൈനലി ഞാൻ കാണുന്നത് അവർക്ക് ഈ സിറ്റുവേഷനിൽ മുമ്പോട്ട് പോകണം എന്നുണ്ട്, ബട്ട് അതുവരെ എത്തിയിട്ടില്ല അവരുടെ എനർജി. അപ്പം നിങ്ങൾ ഇപ്പോൾ വാക്ക് അവേ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്താ വെച്ചാൽ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറേ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നാൻ തുടങ്ങിയിരിക്കണം. ഈ പേഴ്സൺ കുറേ ഈ സിറ്റുവേഷൻ കുറേ സ്റ്റാഗ്നൻ്റ് ആണ്, ഇവിടെ ഒന്നും മുമ്പോട്ട് പോകുന്നില്ല. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കമ്പാറ്റബിലിറ്റി കുറേ ഉണ്ട്, പക്ഷേ ഈ സിറ്റുവേഷൻ ഒന്നും മുമ്പോട്ടേക്ക് പോവാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. ഈ പേഴ്സൺ ഇപ്പോൾ ഫൈനലി റിയലൈസ് ചെയ്യാണ് അത് അവരിപ്പോൾ ഒന്നും പറഞ്ഞില്ല വെച്ചാൽ നിങ്ങൾ അവരുടെ ലൈഫിന് പോവും. അപ്പോൾ ഇപ്പോൾ കുറച്ച് അവർക്ക് ഒരു റിയലൈസേഷൻ വരാൻ തുടങ്ങി, അത് ഓക്കെ എനിക്കിപ്പോൾ എന്തെങ്കിലും പറയാണ്ടേ പറ്റില്ല. ഔട്ട്കം 5 of Cups. അപ്പോൾ ഇവിടെ ഒരു റിഗ്രറ്റിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഒരു ലോസ് ആയി തോന്നുന്നുണ്ടാവും, പക്ഷെ എവിടെയോ ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. ഞാനിവിടെ ഒരു നല്ല റീകൺസിലിയേഷൻ മാരേജ് എനർജി കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഇവിടെ Oracle message വരണത് പ്ലേഫുൾനെസ്. To recapture romance, allow your inner youthful spirit of fun to shine. Past life relationship, this you know each other from before. അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ മാതിരിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ജെമിനായി, അക്വേറിയസ്, ലീബ്ര, കുറേ സ്ട്രോങ് അക്വേറിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. പക്ഷേ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.